ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി ഒരു ഞവരേരി നെയ് പായസമാണ്. അതെങ്ങനെ തയ്യാറാക്കും നോക്കാം. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് സാധിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി ചെയ്യേണ്ടത് 1/4 കപ്പ് നവരേരി 3 മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോ അല്ലാതെയോ ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക. 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളത്തിൽ പാനിയാക്കിയതിന് ശേഷം ഒന്ന് ഫിൽട്ടർ ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ഹാഫായിട്ട് വറ്റിച്ചെടുക്കുക. ഈ സമയത്ത് ഫ്ലെയിം മീഡിയത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ടത് 1 കപ്പ് ചിരകിയ തേങ്ങയിൽ നിന്നും 1/4 കപ്പ് ഒന്നാം പാലും 1/4 കപ്പ് രണ്ടാം പാലും എടുത്ത് വയ്ക്കുക. ഈ കൂട്ടിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുക. അതുപോലെ മുഴുവൻ സമയവും അതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക. ഇനി ചേർക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ്. ഒന്നാം പാലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് ചൂടാവുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ നെയ്യ് ഉരുകിക്കോളും. ചെറിയൊരു പാത്രം അടുപ്പത്തിലേക്ക് വയ്ക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് തേങ്ങാക്കൊത്തും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അതൊന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ മൂപ്പിച്ചെടുത്ത തേങ്ങ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഞവര പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ കാടമം പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കാടമം പൊടിച്ചിരിക്കുന്നത് പഞ്ചസാരയിലായതുകൊണ്ടാണ് അത്രയും ക്വാണ്ടിറ്റി തോന്നിക്കുന്നത്. നല്ല രുചികരമായ ഞവര നെയ് പായസമാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.